ഹരേ രാമ ഹരേ കൃഷ്ണ. വരുന്ന ഒരാഴ്ചക്കാലം ഈ രാശിക്കാർക്ക് കുബേര ജീവിതമാണ് വന്നു ചേരുവാൻ പോകുന്നത്. തൊടുന്നതെല്ലാം പൊന്നാകും. നിങ്ങളുടെ ആസ്തി കുതിച്ചുയരും. 2024 ജൂലൈ 7 മുതൽ ജൂലൈ 13 വരെയുള്ള, അതായത് 1199 മിഥുനം 23 മുതൽ മിഥുനം 29 വരെയുള്ള ചന്ദ്രരാശി പൊതുഫലമാണ്. ഈ പൊതുഫലങ്ങൾ ഒരു സൂചനയായി ഉപയോഗിച്ച് വിശദമായ ജാതക വിശകലനം നടത്തി ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ദോഷപരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് നല്ല സമയങ്ങളുടെ ഗുണഫലം അനുഭവിക്കുവാനും പ്രതികൂല സമയങ്ങളെ എളുപ്പത്തിൽ തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി സമ്പൂർണ്ണ വാരഫലം നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ വരുന്ന ആഴ്ച സമ്മിശ്രമായ ഗുണദോഷ ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക. പ്രത്യേകിച്ചും പുതിയ ഒരു വീട്, വാഹനം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തികമായി അനുകൂലമായ സമയമാണ്. ഈ ആഴ്ചയിൽ മേടരാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുവാനും നിക്ഷേപങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വളരെയധികം ലാഭകരമായി മാറുവാനും ഇടയുണ്ട്. എന്നാൽ വൈകാരികമായി വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ സമയമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക. നിങ്ങളുടെ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങളും തർക്കങ്ങളും ഉടലെടുക്കുവാനും പ്രിയപ്പെട്ട ആളുകളുമായി അകൽച്ച അനുഭവപ്പെടുവാനും ഇടവരും. നിങ്ങളുടെ കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരുടെ വിയോഗം വലിയ ഒരു നഷ്ടമായി തന്നെ അനുഭവപ്പെടുകയും ചെയ്യും. ഇത് വൈകാരികമായി നിങ്ങളെ തളർത്തുകയും ദുഃഖത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നതാണ്. കുടുംബ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വന്നുചേരും. കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ വിള്ളലുകൾ വീഴ്ത്തുകയും മാനസികമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഈ വരുന്ന ആഴ്ച തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം വന്നുചേരും. സഞ്ചാര ക്ലേശവും ദുരിതവും അല്പം വർദ്ധിക്കുവാനും ഇടയുണ്ട്. ജോലി സംബന്ധമായ യാത്രകൾ അപ്രതീക്ഷിതമായ തടസ്സങ്ങളും അസൗകര്യങ്ങളും നിറഞ്ഞതായിരിക്കും. ജോലിയിൽ ചില കാലതാമസം വരുത്തുകയും സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യും. മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയുള്ള ആളുകൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. സമ്മർദ്ദകരമായ സാഹചര്യങ്ങൾ മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുവാൻ ഇടവരും. അതിനാൽ ഈ സമയത്ത് വിശ്രമത്തിനും മാനസിക ഉല്ലാസങ്ങൾക്കും മുൻഗണന നൽകുന്നത് വളരെയധികം ഗുണകരമായി തീരുന്നതാണ്. ഉദരവാത രോഗമുള്ള ആളുകൾ കൃത്യസമയത്ത് ചികിത്സ തേടിയില്ലെങ്കിൽ നിങ്ങളുടെ രോഗം മൂർച്ഛിക്കുവാൻ ഇടവരും. ഈ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ അവഗണിക്കാതിരിക്കുകയും ആവശ്യമായ ചികിത്സ തേടുകയും ചെയ്യേണ്ടതാണ്. ഈ വരുന്ന ആഴ്ചയുടെ അവസാനത്തോടെ കുടുംബസുഖം, തൊഴിൽ വിജയം, രോഗശാന്തി എന്നിവയെല്ലാം വന്നുചേരും. വൈകാരികമായ പ്രക്ഷുബ്ധതകൾ ശമിക്കുകയും കുടുംബത്തിൽ വളരെയധികം ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ്. തൊഴിൽ രംഗത്ത് വിജയം കൈവരിക്കുവാനും നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുവാനും സാധിക്കും. മേടരാശിയിലുള്ള അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനത്തോടെ ക്ഷേത്രദർശനം നടത്തുകയും സാധ്യമായ വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. ജൂൺ 29 മുതൽ ശനി വക്രഗതിയിലായതിനാൽ ഇനിയുള്ള ഏകദേശം 4 മാസക്കാലം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അടുത്തുള്ള സർപ്പക്കാവിൽ തിരി തെളിയിക്കുന്നതും അഭിഷേകത്തിനായി പാലും മഞ്ഞൾപ്പൊടിയും സമർപ്പിക്കുന്നതും ജാതകത്തിൽ മറ്റ് ദോഷഫലങ്ങൾ ഇല്ലാത്ത മേടരാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. ഈ വരുന്ന ആഴ്ചക്കാലം ഇടവ രാശിക്കാർക്ക് വളരെയധികം സന്തോഷവും സങ്കടവും ഇടകലർന്ന ഒരു കാലഘട്ടമായിരിക്കും സമ്മാനിക്കുക. വളരെ കാലമായി കുടുംബത്തിൽ നിലനിന്നിരുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെയധികം ശക്തിപ്പെടുവാനും സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും സഹായിക്കും.
എന്നാൽ ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങളും തിടുക്കത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളും വളരെയധികം ദോഷഫലങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ വലിയ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമാണ്. ഈ ആഴ്ചയിൽ നിങ്ങളുടെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകും. പരസ്പരം സഹായിക്കുവാനും പിന്തുണയ്ക്കുവാനും നിങ്ങളുടെ ബന്ധുക്കളും സഹോദരങ്ങളും തയ്യാറാകും. സഹോദരങ്ങൾ നിമിത്തം ജീവിതത്തിൽ വലിയ സന്തോഷകരമായ സംഭവങ്ങൾ ഉണ്ടാകുവാനും ഇടവരുന്നതാണ്. മാത്രവുമല്ല, വിദ്യാഭ്യാസത്തിലോ തൊഴിലിലോ സഹോദര സ്ഥാനത്തുള്ളവർക്ക് വലിയ നേട്ടങ്ങളും വന്നുചേരും. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാകും. ഇത് പരസ്പരം കുറ്റപ്പെടുത്തലിലേക്കും അനാവശ്യമായ വാദപ്രതിവാദങ്ങളിലേക്കും നയിച്ചേക്കാം. ഈ സാഹചര്യം കൈകാര്യം ചെയ്യുവാൻ ക്ഷമയും സംയമനവും പുലർത്തുന്നത് വളരെയധികം അത്യാവശ്യമാണ്. അല്ലാത്തപക്ഷം ഇത് കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ട ഗുരുതര അവസ്ഥയിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. ആഴ്ചയുടെ തുടക്കത്തിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടും. എന്നാൽ ഇവ അവഗണിച്ചാൽ ആഴ്ച മുന്നോട്ടു പോകുന്തോറും ഈ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുകയും ചെയ്യുന്നതാണ്. ഉദര സംബന്ധമായ അസുഖങ്ങൾ, അലർജികൾ അല്ലെങ്കിൽ ഹൃദ്രോഗം, കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങൾ ഉള്ള ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ഭക്ഷണത്തിൽ നിയന്ത്രണം പാലിക്കുകയും വേണം. വാഹനം ഓടിക്കുമ്പോൾ അപകടം ഒഴിവാക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ പങ്കാളിക്കോ മാതാപിതാക്കൾക്കോ ആശുപത്രിവാസം അനിവാര്യമായി വന്നേക്കാം. ഇത് കുടുംബത്തിന് വൈകാരികവും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. എന്നാൽ ആഴ്ചയുടെ അവസാനത്തോടെ തൊഴിൽ രംഗത്ത് വലിയ വിജയവും മറ്റ് ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് വന്നുചേരും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഇടവ രാശിയിലുള്ള കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർ വെള്ളി, ശനി, ചൊവ്വ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യുന്നതും വളരെയധികം ഗുണകരമാണ്. ജൂൺ 29 മുതൽ ശനി വക്രഗതിയിലായതിനാൽ ഇനിയുള്ള 4 മാസക്കാലം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലെ ദീപാരാധനയിൽ പങ്കെടുക്കുകയും ദുർഗാ ഭഗവതിക്ക് ത്രിമധുരം നേദിച്ച് സേവിക്കുന്നതും ഇടവ രാശിക്കാർക്ക് വളരെയധികം ഐശ്വര്യങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര പുണർതം ആദ്യമുക്കാൽ. ഈ വരുന്ന ആഴ്ച വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. എന്നാൽ അവ നിങ്ങളെ മാനസികമായി വളരെയധികം ശക്തനാക്കും. മാനസികമായും ശാരീരികമായും ദാമ്പത്യപരമായും നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായി മക്കളുമായുമുള്ള ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങളും കലഹങ്ങളും ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. ഇത് വളരെയധികം മനോവിഷമത്തിനും ദുരിതത്തിനും കാരണമാകുന്നതാണ്. ഈ സമയത്ത് ക്ഷമയും സഹിഷ്ണുതയും വളരെ പ്രധാനമാണ്. ജീവിത പങ്കാളിക്കോ അടുത്ത ബന്ധുക്കൾക്ക് ഗുരുതരമായ അസുഖമോ മരണമോ സമാനമായ അവസ്ഥയോ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഇത് വളരെയധികം ദുഃഖത്തിലേക്കും സങ്കീർണമായ വൈകാരിക അവസ്ഥയിലേക്കും നിങ്ങളെ നയിച്ചേക്കാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നേത്ര രോഗങ്ങൾ, അപ്രതീക്ഷിതമായ അപകടങ്ങൾ എന്നിവ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകൾക്കൊപ്പം മാനസികമായ സമ്മർദ്ദവും നിങ്ങളുടെ വർദ്ധിച്ചേക്കാം. ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കഴിയുന്നതും വിശ്വാസമുള്ള ഇടത്തു നിന്നും മാത്രം ഭക്ഷണം കഴിക്കുക. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. തൊഴിൽ നഷ്ടപ്പെടുകയോ വരുമാനം കുറയുകയോ ചെയ്യാം. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുകയും സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. തൊഴിൽ രംഗത്ത് ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന ആളുകൾ അപകടങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ സഹോദര തുല്യരായവർക്ക് സ്ഥാനക്കയറ്റമോ അപ്രതീക്ഷിത ധനഭാഗ്യമോ ലഭിക്കുവാൻ ഇടയുണ്ട്. ദുസ്വപ്നങ്ങൾ, ഉറക്കക്കുറവ് എന്നിവ മൂലം മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. വാതരോഗം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ എല്ലാ കാര്യങ്ങളിലും ക്ഷമയും സഹിഷ്ണുതയും പുലർത്തുക. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക.
സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. അനാവശ്യമായ തർക്കങ്ങളും വാഗ്വാദങ്ങളും ഒഴിവാക്കേണ്ടതാണ്. പോസിറ്റീവ് ചിന്താഗതിയും പ്രതീക്ഷയും നിലനിർത്തുന്നത് വളരെയധികം പ്രധാനമാണ്. ശക്തമായ മനസ്സോടെ ദൃഢനിശ്ചയത്തോടെയും മുന്നോട്ടു പോയാൽ ഈ പ്രതിസന്ധികളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. മിഥുന രാശിയിലുള്ള മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാർ ചൊവ്വാഴ്ച, തിങ്കളാഴ്ച, ഞായറാഴ്ച ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്രദർശനം നടത്തുകയും സാധ്യമായ വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. ജൂൺ 29 മുതൽ ശനി വക്രഗതിയിലായതിനാൽ ഈ വരുന്ന 4 മാസക്കാലം ബുധനാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലെ ദീപാരാധനയിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് തെളിയിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ഈ വരുന്ന ആഴ്ചയിൽ അനാവശ്യമായ സൗഹൃദങ്ങളും ബന്ധങ്ങളും ചിങ്ങരാശിക്കാരുടെ ജീവിതത്തിലും തൊഴിൽ മേഖലയിലും വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ആത്മവിശ്വാസത്തെയും മാനസികാവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ സൽപ്പേരിനും സാമൂഹിക നിലപാടിനും കളങ്കം വരുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഇത് സാമ്പത്തിക നഷ്ടത്തിനും വഴിവെക്കുന്നതാണ്. അതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തുക. ആഴ്ചയുടെ തുടക്കത്തിൽ മാനസികമായും ശാരീരികമായും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. അതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് വലിയ വിജയം കൈവരിക്കുവാൻ സാധിക്കുമെങ്കിലും അനാവശ്യമായ ചെലവുകൾ സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ബജറ്റ് പരിപാലിക്കുന്നതിലും അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുന്നതിനും ശ്രമിക്കുക. എന്നിരുന്നാലും നിങ്ങളുടെ ശത്രുക്കളുടെ പരാജയത്തിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകുകയും ചെയ്യും. നിഗൂഢ ശാസ്ത്രങ്ങളിൽ പുതിയ താല്പര്യം നിങ്ങൾക്ക് വളരുകയും വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അത് അറിവ് വർദ്ധിപ്പിക്കുകയും പുതിയ അവസരങ്ങൾ തുറക്കുകയും ചെയ്യും. കൂടാതെ കീർത്തിയും സാമ്പത്തിക നേട്ടങ്ങളും ആഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങളും ഈ ആഴ്ചയിൽ വന്നു ചേരുന്നതാണ്. തന്മൂലം സാമൂഹിക നിലപാട് ഉയർത്തുകയും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുത്തുകയും ചെയ്യും. സ്ത്രീകളിൽ നിന്നുള്ള സന്തോഷവും സഹായവും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ചില പ്രതികൂല ഫലങ്ങൾക്കും സാധ്യതയുണ്ട്. അതിനാൽ പുതിയ ബന്ധങ്ങളിൽ ജാഗ്രത പുലർത്തുകയും വിശ്വസ്തരായ ആളുകളുമായി മാത്രം അടുപ്പം സൂക്ഷിക്കുകയും ചെയ്യുക. വിദേശത്തേക്ക് പോകുവാനുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. അതുവഴി പുതിയ അനുഭവങ്ങളും അവസരങ്ങളും നൽകുകയും ചെയ്യുന്നതാണ്. ആഴ്ചയുടെ മധ്യത്തോടെ രോഗങ്ങളും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറയുകയും ആരോഗ്യം നിങ്ങളുടെ വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ്. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയും ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യുക. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളോ സാമ്പത്തിക നേട്ടങ്ങളോ നിങ്ങളെ തേടിയെത്തുകയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുകയും ചെയ്യും. എന്നിരുന്നാലും നഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനിടയുണ്ട്. നിങ്ങളുടെ പങ്കാളിയുമായി തുറന്നു സംസാരിക്കുകയും പരസ്പര ധാരണ വളർത്തിയെടുക്കുകയും ചെയ്യുക. അലസതയും തൊഴിൽ തടസ്സങ്ങളും അനുഭവപ്പെടും. കഠിനാധ്വാനം ചെയ്യുകയും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുക. ചിങ്ങരാശിയിലുള്ള മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് യഥാക്രമം ജൂലൈ 10, 11, 12 തീയതികളിൽ നിങ്ങളുടെ പക്കപ്പിറന്നാളായതിനാൽ ക്ഷേത്രദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. ജൂൺ 29 മുതൽ ശനി വക്രഗതിയിലായതിനാൽ ഈ വരുന്ന 4 മാസക്കാലം ചിങ്ങരാശിക്കാർ ഞായറാഴ്ച ദിവസങ്ങളിൽ ആദിത്യ ക്ഷേത്രത്തിൽ വൈകുന്നേരത്തെ ദീപാരാധന തൊഴുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും നിങ്ങളുടെ കഷ്ടതകളെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി. ദീർഘകാലമായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ട ആളുകൾക്ക് ഈ വരുന്ന ആഴ്ച വളരെയധികം ശുഭകരമായ വഴിത്തിരിവായി തീരും. നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക പ്രതിസന്ധികൾക്കും അറുതി വരികയും അപ്രതീക്ഷിതമായ ധനലാഭം കന്നി രാശിക്കാരുടെ ജീവിതത്തിൽ
സന്തോഷവും സമാധാനവും നിറയ്ക്കുകയും ചെയ്യും. ഈ സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും പുതിയ പ്രതീക്ഷകൾ നൽകുകയും ചെയ്യും. ഈ ആഴ്ചയിൽ പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനും അവിടുത്തെ ഉത്സവങ്ങളിൽ പങ്കെടുക്കുവാനും അവസരം ലഭിക്കും. മുടങ്ങിക്കിടന്നിരുന്ന വഴിപാടുകൾ നടത്തി നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും കണ്ടെത്തുവാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ തേടിയെത്തുകയും ചെയ്യുന്നതാണ്. പുതിയ ജോലിക്കുള്ള ഓഫർ ലഭിക്കുകയും ആ കരാറിൽ ഒപ്പുവെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഈ പുതിയ ഉയർച്ചയിൽ നിങ്ങൾക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും വളരെയധികം ഉയർച്ചയാണ് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും പരസ്പര വിശ്വാസവും വർദ്ധിക്കും. പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനും അവരുടെ സ്നേഹവും പിന്തുണയും ആസ്വദിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാനും അവസരം ലഭിക്കുന്നതാണ്. ഈ കൂടിച്ചേരലുകൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷവും ഉന്മേഷവും നൽകുന്നതാണ്. എന്നിരുന്നാലും ആഴ്ചയുടെ മധ്യത്തോടെ അനാവശ്യമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടുകയും മാനസിക അസ്വസ്ഥത ഉണ്ടാകുകയും ചെയ്യും. അമിതമായ ആഡംബരങ്ങൾക്കും ഭൗതിക സുഖങ്ങൾക്കും വേണ്ടിയുള്ള ആഗ്രഹം നിങ്ങളുടെ ചെലവ് വളരെയധികം വർദ്ധിപ്പിക്കുന്നതാണ്. അന്യസ്ത്രീ ബന്ധങ്ങളിൽ വീഴാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം സൽപ്പേരിനും സാമ്പത്തിക സ്ഥിതിക്കും ഗുരുതരമായ കോട്ടം വരുത്തിയേക്കാം. ആഴ്ചയുടെ അവസാനത്തോടെ രോഗങ്ങളും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും കുറയുകയും ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യും. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ ആഴ്ചയിലെ അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുകയും ഭാവിയിലേക്കുള്ള വഴികൾ തെളിയിക്കുകയും ചെയ്യും. കന്നി രാശിയിലുള്ള ഉത്രം അത്തം നക്ഷത്രക്കാർ യഥാക്രമം ജൂലൈ 12, 13 തീയതികളിൽ നിങ്ങളുടെ പക്കപ്പിറന്നാൾ ആയതിനാൽ അന്നേ ദിവസം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. കന്നി രാശിയിലുള്ള ചിത്തിര നക്ഷത്രക്കാർ ചൊവ്വാഴ്ച ദിവസം വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമായി തീരും. ജൂൺ 29 മുതൽ ശനി വക്രഗതിയിലായതിനാൽ ഇനിയുള്ള 4 മാസക്കാലം ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്കോ ഭദ്രകാളി അമ്മയ്ക്കോ നിർമ്മാല്യം തൊഴുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടതകളും മാറി വളരെയധികം സൗഭാഗ്യം വന്നു ചേരുവാൻ ഇടവരുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ. ദീർഘകാലമായി തൊഴിൽ മേഖലയിൽ നേരിട്ടിരുന്ന എല്ലാവിധ പ്രതിസന്ധികൾക്കും അറുതി വരുന്ന ഒരു ആഴ്ചയാണ്. സ്വന്തം കഴിവുകളും അനുഭവങ്ങളും കൂടുതൽ ശക്തമായി പ്രകടിപ്പിക്കുവാനും തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനും സാധിക്കും. ഈ ആഴ്ച നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാവിധ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനുമുള്ള സമയമാണ്. യുക്തിചിന്ത ഉപയോഗിച്ച് പരീക്ഷിക്കാൻ ശ്രമിക്കാതെ ന്യായമായ നീതിപൂർവമായ കാര്യങ്ങൾ സങ്കല്പിച്ച് നേടിയെടുക്കുവാൻ പറ്റിയ ഒരു സമയം കൂടിയാണ്. സർക്കാർ ജോലി ലക്ഷ്യമിട്ട് പരിശ്രമിക്കുന്ന ആളുകൾക്ക് അവരുടെ അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിക്കും. ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാകുവാനുള്ള ഇടയുണ്ട്. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും സ്നേഹവും നിങ്ങളുടെ വർദ്ധിക്കും. പങ്കാളിയുമായി കൂടുതൽ അടുക്കുവാനും അവരുടെ സ്നേഹവും പിന്തുണയും ആസ്വദിക്കുവാനും സാധിക്കും. ജന്മഗ്രഹനിലയിൽ വ്യാഴവും ബുധനും ശക്തമായ സ്ഥാനങ്ങളിലാണെങ്കിൽ നിങ്ങൾ ഏതു കാര്യത്തിലിറങ്ങിയാലും വിജയം ഉറപ്പാണ്. ഈ ഗ്രഹനില നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനുള്ള കരുത്ത് പകരുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന എല്ലാവിധ ആശങ്കകൾക്കും അറുതി വരും. അവരുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതിയും വിജയവും കൈവരിക്കുന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ മനസ്സിന് അത്യധികം സന്തോഷവും ആശ്വാസവും നൽകും. നഷ്ടപ്പെട്ടു പോയി എന്നു കരുതിയ ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ തിരികെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്.
സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും മനസ്സിന് സന്തോഷം പകരുകയും ചെയ്യും. ഈ ആഴ്ചയിൽ വിശേഷപ്പെട്ട പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനും ഈ യാത്രകൾ ആത്മീയമായ വളർച്ചയ്ക്ക് സഹായകരമാകുകയും ചെയ്യുന്നതാണ്. ഏറെ കാലമായി കാണാൻ ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും സാധിക്കും. ഈ കൂടിച്ചേരലുകൾ ഒരു പഴയ ഓർമ്മകൾ പുതുക്കുവാനും പുതിയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. പ്രണയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ബന്ധം ഒരു പുതിയ തലത്തിലേക്ക് കടക്കും. വിവാഹ നിശ്ചയം പോലുള്ള പ്രധാന തീരുമാനങ്ങൾ എടുക്കുവാനും ഈ ആഴ്ച അനുകൂലമാണ്. ജീവിതത്തിലെ ഈ പുതിയ അധ്യായം സന്തോഷവും സ്നേഹവും നിറഞ്ഞതായിരിക്കും. തുലാം രാശിയിലുള്ള ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ ചൊവ്വ, തിങ്കൾ, ഞായർ ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ക്ഷേത്രദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. ജൂൺ 29 മുതൽ ശനി വക്രഗതിയിലായതിനാൽ ഇനിയുള്ള 4 മാസക്കാലം ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ സർപ്പക്കാവിൽ ദീപം തെളിയിക്കുന്നതും നൂറും പാലും നൽകുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ചയുടെ തുടക്കം വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. നിയമപരമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് പ്രതികൂല ഫലങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. കോടതി നടപടികൾ, നിയമ ഉപദേശം തേടൽ അല്ലെങ്കിൽ നിയമപരമായ രേഖകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ സമയവും ഊർജവും ചെലവാക്കേണ്ടി വന്നേക്കാം. ഇത് നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും തൽഫലമായി വളരെയധികം അസ്വസ്ഥതകൾക്കും കാരണമാകും. തലവേദന, ഉറക്കക്കുറവ്, ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. സർക്കാരിൽ നിന്നുള്ള വായ്പകൾ, ലൈസൻസുകൾ, അനുമതികൾ തുടങ്ങിയ കാര്യങ്ങളിൽ വളരെയധികം കാലതാമസം അല്ലെങ്കിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥലത്ത് അന്വേഷണങ്ങൾ, അച്ചടക്ക നടപടികൾ അല്ലെങ്കിൽ സ്ഥാനചലനം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ജാതകത്തിൽ ചൊവ്വ പ്രതികൂല സ്ഥാനത്താണെങ്കിൽ നിയമപരമായ കുരുക്കുകളിൽ കഷ്ടപ്പെടുവാനും അപൂർവം ചില സന്ദർഭങ്ങളിൽ ജയിൽവാസം വരെ അനുഭവിക്കുവാനും ഇടയുണ്ട്. അതിനാൽ ഈ സമയത്ത് എല്ലാ പ്രവൃത്തികളിലും നിയമപരമായ വശങ്ങൾ വളരെ വലിയ ജാഗ്രതയോടെ ശ്രദ്ധിക്കുകയും വിദഗ്ധരുടെ ഉപദേശം തേടുകയും ഗുണകരമാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം. ഉത്കണ്ഠ, വിഷാദം അല്ലെങ്കിൽ മറ്റ് മാനസിക പ്രശ്നങ്ങൾ വഷളാകുവാൻ സാധ്യതയുണ്ട്. ആമാശയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ ഭക്ഷണത്തിലും ജീവിതശൈലിയിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ജലഗതാഗത മേഖലയിൽ ജോലി ചെയ്യുന്നവർ യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ്. യാത്ര ചെയ്യേണ്ടി വന്നാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുകയും അധിക ജാഗ്രത പുലർത്തുകയും ചെയ്യുക. എന്നിരുന്നാലും ആഴ്ചയുടെ അവസാനത്തോടെ എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുവാൻ തുടങ്ങും. മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ കുറയുകയും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനും പരസ്പരം പിന്തുണ നൽകുവാനും സാധിക്കും. വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളുമായി വീണ്ടും ബന്ധപ്പെടുവാനും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. ഈ പുതിയ സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഊർജം സമ്മാനിക്കുന്നതാണ്. വാര അവസാനത്തോടെ കാര്യങ്ങൾ വിജയകരമായി എല്ലാം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ആരോഗ്യം മെച്ചപ്പെടുകയും വിവാഹം പോലുള്ള ശുഭകരമായ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും വന്നുചേരും. ഈ സമയത്ത് ജീവിതത്തിൽ പുതിയ ഒരു തുടക്കത്തിന് ലഭിക്കുന്ന അവസരങ്ങൾ കൈവിട്ടു പോകാതെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക. വൃശ്ചികം രാശിയിലുള്ള വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. ജൂൺ 29 മുതൽ ശനി വക്രഗതിയിലായതിനാൽ ഈ വരുന്ന 4 മാസക്കാലം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സിദ്ധി ഗണപതിയെയോ മഹാഗണപതിയെയോ കണ്ടു തൊഴുന്നതും നെയ്വിളക്കും മോദകവും സമർപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളെല്ലാം മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഇടവരുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം
ഈ വരുന്ന ആഴ്ചക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും വെല്ലുവിളികളുടെയും ഒരു സമ്മിശ്രമായ ഫലമായിരിക്കും സമ്മാനിക്കുക. ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നതിനാൽ അവരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അവർ നിങ്ങളുടെ പദ്ധതികൾ തകർക്കുവാനോ നിങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തുവാനോ ശ്രമിച്ചേക്കാം. അതിനാൽ അവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ, പ്രത്യേകിച്ച് ബാങ്ക് ഇടപാടുകളിലും മറ്റും പണമിടപാടുകളിലും ക്രയവിക്രയങ്ങളിലും വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ആരുടെയും ജാമ്യം നിൽക്കുന്നതിനോ ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടുന്നതിനോ മുൻപ് അതിൻ്റെ നിയമപരമായ വശങ്ങൾ മനസ്സിലാക്കുകയും വിദഗ്ധരുടെ ഉപദേശം തേടുകയും ചെയ്യുന്നത് ഗുണകരമാണ്. അനാവശ്യമായ വാഗ്വാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. നിങ്ങളുടെ വാക്കുകൾ സംയമനത്തോടെ ഉപയോഗിക്കുക. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയോ അവരെ പ്രകോപിപ്പിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പോലീസ് കേസിൽ പെട്ടുപോകുവാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രതിസന്ധികൾക്കിടയിലും വാരത്തിൻ്റെ മധ്യത്തോടെ തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതമായ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ കഴിവുകളും അർപ്പണബോധവും മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകുകയും ചെയ്യും. സംസാരത്തിലൂടെ ഉപജീവനം നടത്തുന്ന ആളുകൾക്ക് ഈ ആഴ്ച വളരെയധികം അനുകൂലമാണ്. നിങ്ങളുടെ സംസാര വൈഭവം അവർക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സഹായിക്കും. പ്രധാനപ്പെട്ട കരാറുകൾ നടത്തുവാനോ പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കുവാനോ കഴിഞ്ഞേക്കാം. അതുപോലെ റിയൽ എസ്റ്റേറ്റ്, ഓഹരി വിപണി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ ആഴ്ച വളരെയധികം ലാഭകരമാണ്. ശരിയായ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാനാകും. കുടുംബത്തിൽ വിവാഹം പോലുള്ള ശുഭകരമായ കാര്യങ്ങൾ നടക്കുവാനോ പുതിയ കുടുംബാംഗത്തെ വരവേൽക്കുവാനോ സാധ്യതയുണ്ട്. ഇത് കുടുംബത്തിൽ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ്. എന്നാൽ ഓരോ സാഹചര്യവും സൂക്ഷ്മമായി വിലയിരുത്തി യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. വൈകാരികമായി പ്രതികരിക്കുന്നതിന് പകരം വിവേകം ഉപയോഗിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വലിയ ചില അബദ്ധങ്ങൾ പറ്റുവാനും ഇടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കുന്നതിനാൽ വീട്ടിൽ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും വന്നുചേരുന്നതാണ്. നിങ്ങളുടെ പങ്കാളിയുമായി തുറന്നു സംസാരിക്കുകയും അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ ആഴ്ച നിങ്ങൾക്ക് വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും അവസരങ്ങളും വളരെയേറെയാണ് വന്നെത്തിയിരിക്കുന്നത്. ജാഗ്രതയോടെയും വിവേകത്തോടെയും പ്രവർത്തിച്ചാൽ ഈ ആഴ്ച വളരെ ഫലപ്രദമായി മാറും. ശത്രുക്കളുടെ നീക്കങ്ങൾ മനസ്സിലാക്കുകയും സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തുകയും ചെയ്യുക. സംസാരത്തിൽ സംയമനം പാലിക്കുകയും തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിലെ സന്തോഷകരമായ സംഭവങ്ങൾ ആഘോഷിക്കുകയും ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും വിശ്വാസവും വളർത്തുകയും ചെയ്യുക. ധനു രാശിയിലുള്ള മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുകയും സാധ്യമായ വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമായി തീരുന്നതാണ്. ജൂൺ 29 മുതൽ ശനി വക്രഗതിയിലായതിനാൽ ഇനിയുള്ള 4 മാസക്കാലം കഴിയും പോലെ ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ തൊഴുന്നത് ധനുരാശിക്കാർക്ക് ശനിയുടെ വലിയ ആനുകൂല്യം ലഭിക്കുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. ഈ വരുന്ന ആഴ്ച വളരെയധികം ഗുണകരമായിരിക്കുമെങ്കിലും ചില അനിഷ്ട സംഭവങ്ങളും പ്രതീക്ഷിക്കാം. വെല്ലുവിളികളിൽ പതറാതെ ധൈര്യത്തോടെ നേരിട്ടാൽ വിജയം സുനിശ്ചിതമാണ്. വർഷങ്ങളായി നിങ്ങളുടെ മനസ്സിലൊരു ചിത്രം പോലെ തെളിഞ്ഞു നിന്നിരുന്ന സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ മാധുര്യം നിങ്ങൾക്ക് അനുഭവിക്കുവാനാകും. പൊതുസേവന രംഗത്ത് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ ആഴ്ച വലിയ അംഗീകാരത്തിൻ്റെയും പ്രശസ്തിയുടെയും കാലമായിരിക്കും. നിങ്ങളുടെ സേവനങ്ങൾ സമൂഹം തിരിച്ചറിയുകയും വിലമതിക്കുകയും ചെയ്യും. അവാർഡുകൾ, ബഹുമതികൾ, പൊതുപരിപാടികളിലെ അംഗീകാരങ്ങൾ എന്നിവ നിങ്ങളെ തേടിയെത്തുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പലർക്കും പ്രചോദനമാകുകയും പുതിയ തലമുറയ്ക്ക് മാതൃകയാകുകയും ചെയ്യുന്നതാണ്. ബാല്യകാല സുഹൃത്തുമായുള്ള നിങ്ങളുടെ ആത്മബന്ധം
ജീവിത പങ്കാളിത്തത്തിലേക്ക് വളരുന്നതിന് വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും. പരസ്പരം നന്നായി അറിയുന്ന നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പുതിയ ജീവിതം ആരംഭിക്കുവാനും വിജയിക്കുവാനും സാധ്യതയുണ്ട്. പഴയ വാഹനം മാറ്റി പുതിയ ഒരു വാഹനം സ്വന്തമാക്കുന്നതിലൂടെ യാത്രകൾ കൂടുതൽ സുഖകരവും ആസ്വാദ്യകരവുമാകും. പുതിയ വാഹനം നിങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യവും സൗകര്യവും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു ഉണർവും പകരുന്നതാണ്. ജീവിത പങ്കാളിയുടെ കരിയറിൽ ഉണ്ടാകുന്ന സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ശമ്പള വർധനവ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും കുടുംബത്തിൽ സന്തോഷത്തിന്റെ ആക്കം കൂട്ടുകയും ചെയ്യുന്നതാണ്. ഇത് നിങ്ങളുടെ ഭാവി പദ്ധതികൾക്ക് കൂടുതൽ കരുത്ത് പകരുകയും ചെയ്യും. എന്നാൽ ആഴ്ചയുടെ മധ്യത്തോടെ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നിങ്ങളുടെ മനസമാധാനം പ്രശ്നത്തിലാക്കുവാൻ ഇടയുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ, കോടതി വ്യവഹാരങ്ങളിലെ പ്രതികൂല ഫലങ്ങൾ, വിവിധ തടസ്സങ്ങൾ എന്നിവ നിങ്ങളെ അലട്ടിയേക്കാം. എന്നാൽ നിങ്ങളുടെ ക്ഷമയും സഹിഷ്ണുതയും ഉപയോഗിച്ച് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾക്ക് പഴി കേൾക്കേണ്ടി വരുന്നത് വളരെയധികം വേദനാജനകമാകുന്ന അനുഭവവും ഉണ്ടാകും. എന്നാൽ സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കുവാനും നിരപരാധിത്വം കാത്തു സൂക്ഷിക്കുവാനും സാധിക്കുന്നതാണ്. ഉദര സംബന്ധമായ അസുഖങ്ങളും മാനസിക സംഘർഷങ്ങളും ആരോഗ്യത്തെ ബാധിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. മകരം രാശിയിലുള്ള ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ യഥാക്രമം വെള്ളി, ശനി, ചൊവ്വ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. ജൂൺ 29 മുതൽ ശനി വക്രഗതിയിലായതിനാൽ ഇനിയുള്ള 4 മാസക്കാലം ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവനെ നിർമ്മാല്യം കണ്ടു വണങ്ങുന്നതും ശുദ്ധമായ നല്ലെണ്ണ ദാനം ചെയ്യുന്നതും വളരെയധികം ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് കാരണമായി തീരുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ. വളരെ നല്ല ഒരു ആഴ്ചയാണ് വന്നെത്തിയിരിക്കുന്നത്. ജീവിതത്തിലേക്ക് സുഹൃത്തുക്കൾ കടന്നു വരുന്നതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അവരുമായി ചെലവഴിക്കുന്നതിലൂടെ പുതിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും പരസ്പര പിന്തുണ നൽകുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. സൗഹൃദത്തിൻ്റെ ഊഷ്മളത നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ഒരു മാനം നൽകുകയും ചെയ്യും. കുടുംബത്തിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും ഭാഗ്യമുണ്ടാകും. വിവാഹം, ഗൃഹപ്രവേശനം, ജന്മദിന ആഘോഷങ്ങൾ തുടങ്ങിയ സന്തോഷകരമായ അവസരങ്ങൾ കുടുംബത്തോടൊപ്പം നിങ്ങൾക്ക് ഒന്നിപ്പിക്കുവാനും പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. വർഷങ്ങളായി പിണങ്ങി നിന്നിരുന്ന ബന്ധുക്കളുമായി അനുരഞ്ജനത്തിലെത്തുവാനും അവരോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കുചേരുവാനും കഴിയും. പഴയ വൈരാഗ്യങ്ങളെല്ലാം മറന്ന് പുതിയ ഒരു തുടക്കം കുറിക്കുവാൻ, കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുവാനും പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ശാരീരികമായി വളരെ കാലമായി അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. ആരോഗ്യം വീണ്ടെടുക്കുന്നതിലൂടെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജീവിതം നയിക്കുവാനും പുതിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം മാറി നിങ്ങൾക്ക് പങ്കാളിയുമായി കൂടുതൽ അടുപ്പവും സ്നേഹവും വർദ്ധിപ്പിക്കുവാനും പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാ പ്രവർത്തനങ്ങളിലും ലാഭം ഉണ്ടാകും. ബിസിനസ് വളർച്ച പ്രാപിക്കുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന എല്ലാവിധ പിരിമുറുക്കങ്ങൾക്കും അറുതി വരികയും സാമ്പത്തിക ഉന്നതി കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. സ്ത്രീകളുമായി കൂടുതൽ അടുത്ത് ഇടപഴകുവാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് സഹായകരമാകുകയും പുതിയ കാഴ്ചപ്പാടുകൾ നേടാൻ സഹായിക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്തും. അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ, അംഗീകാരങ്ങൾ, അവസരങ്ങൾ എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്നതാണ്. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുവാനും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ കഴിവുകളും അനുഭവങ്ങളും തിരിച്ചറിഞ്ഞ് മികച്ച തൊഴിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്.
നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന എല്ലാവിധ ആശങ്കകൾക്ക് അറുതി വരികയും അവരുടെ പുരോഗതിയിൽ നിങ്ങൾക്ക് അഭിമാനിക്കുവാനുള്ള അവസരം വന്നു ചേരുകയും ചെയ്യുന്നതാണ്. അവരുടെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ഒരു അർത്ഥം നൽകും. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്നത് ജീവിതത്തിൽ പുതിയ ഒരു തുടക്കം കുറിക്കും. പുതിയൊരു വ്യക്തിയുമായുള്ള ആത്മബന്ധം നിങ്ങളുടെ വ്യക്തിത്വ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. എന്നാൽ ആഴ്ചയുടെ അവസാനത്തോടെ ശാരീരിക ക്ഷീണം അനുഭവപ്പെടുവാനും ആരോഗ്യം അല്പം ക്ഷയിക്കുവാനും സാധ്യതയുണ്ട്. ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വേണ്ടത്ര വിശ്രമം ഏറ്റെടുക്കുകയും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. കുംഭം രാശിയിലുള്ള അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർ ചൊവ്വാഴ്ച, തിങ്കളാഴ്ച, ഞായറാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് വളരെയധികം ശുഭകരമാണ്. ജൂൺ 29 മുതൽ ശനി വക്രഗതിയിലായതിനാൽ ഈ വരുന്ന 4 മാസക്കാലം ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം ധരിച്ച് അയ്യപ്പ സ്വാമിയെ നിർമാല്യം കണ്ടു വണങ്ങുന്നതും ശുദ്ധമായ നെയ്യ് ദാനം ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഇടവരുത്തുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാനം മുക്കാൽ, ഉത്രട്ടാതി രേവതി. വളരെയധികം വെല്ലുവിളികളുമായി പതിയെ തുടങ്ങുന്ന ഈ ആഴ്ച അവസാനിക്കുന്നത് വളരെയധികം സന്തോഷകരമായിരിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ മാനസികമായ പ്രശ്നങ്ങളും ശാരീരികമായ ക്ഷീണവും അനുഭവപ്പെടുവാനിടയുണ്ട്. അമിത ജോലി ഭാരം, ഉറക്കക്കുറവ് അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്നിവ ഇതിന് കാരണമായേക്കാം. ഈ സമയത്ത് വിശ്രമത്തിനും സ്വയം പരിചരണത്തിനും മുൻഗണന നൽകേണ്ടത് പ്രധാനമാണ്. ഈ ആഴ്ച വളരെയധികം അവസരങ്ങളും വെല്ലുവിളികളും വന്നു ചേരുന്ന ദിവസങ്ങളാണ്. യാത്രകൾ കൂടുതലുള്ള ഒരു ജോലിയിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടായേക്കാം. ഈ മാറ്റത്തെ പോസിറ്റീവായി സ്വീകരിക്കുകയും പുതിയ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകുകയും ചെയ്യുക. എന്നാൽ ഈ സമയത്ത് വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുന്നത് വളരെയധികം അത്യാവശ്യമാണ്. ആഴ്ചയുടെ മധ്യത്തോടെ ജോലിയിലെ ബുദ്ധിമുട്ടുകൾ നീങ്ങുകയും ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കുകയും ചെയ്യും. നിങ്ങൾ ഇതുവരെ നേരിട്ടിരുന്ന എല്ലാവിധ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഇല്ലാതാകുന്നതാണ്. നിങ്ങളുടെ അധ്വാനത്തിനും സ്ഥിരോത്സാഹത്തിനും അംഗീകാരം ലഭിക്കും. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഈ സമയത്ത് കീർത്തി, അപ്രതീക്ഷിത ധനലാഭം, ദാമ്പത്തിക ഐക്യം എന്നിവയും പ്രതീക്ഷിക്കാം. വളരെ കാലമായി വിവാഹ തടസ്സം നേരിട്ടിരുന്ന ആളുകൾക്ക് അനുയോജ്യനായ ജീവിത പങ്കാളിയെ ലഭിക്കും. ജീവിതത്തിലേക്ക് പുതിയ ഒരു വ്യക്തി കടന്നു വരികയും അവർ സന്തോഷവും സംതൃപ്തിയും നൽകും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് വിദേശ പഠനം എന്ന ആഗ്രഹം സഫലമാകും. ഒരു വിദേശ സർവകലാശാലയിൽ പ്രവേശനം ലഭിക്കുകയോ സ്കോളർഷിപ്പ് നേടുകയോ ചെയ്യുവാൻ ഇടവരുന്നതാണ്. വളരെ കാലമായി സ്വന്തമായി ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഈ ആഗ്രഹം സഫലീകരിക്കുവാനുള്ള അവസരം ലഭിക്കും. ബിസിനസ് ആശയം യാഥാർത്ഥ്യമാക്കുവാനും വിജയകരമായി നടപ്പിലാക്കുവാനും കഴിയുന്നതാണ്. വിദേശവുമായി ബന്ധപ്പെട്ട വ്യാപാര കരാറിൽ ഒപ്പുവെക്കുവാനുള്ള അവസരം വന്നുചേരും. ഇത് നിങ്ങളുടെ ബിസിനസ്സിനെ അന്താരാഷ്ട്ര തലത്തിൽ വളർത്തുവാനും വിപുലീകരിക്കുവാനും സഹായിക്കുന്നതാണ്. എന്നാൽ വാതരോഗം ഉള്ളവർ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയും ചെയ്യുക. മീനം രാശിയിലുള്ള പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ ക്ഷേത്രദർശനം നടത്തുകയും സാധ്യമായ വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. ജൂൺ 29 മുതൽ ശനി വക്രഗതിയിലായതിനാൽ ഇനിയുള്ള 4 മാസക്കാലം കുടുംബക്ഷേത്രങ്ങളിൽ ആചാരപ്രകാരം തൊഴുന്ന പിടിപ്പണം വാരി നടയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നതും അവിടുത്തെ നിത്യ ചിലവുകൾക്ക് വേണ്ടിയുള്ള ദ്രവ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടതകളും മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ
അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.